അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഫാമിലി സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ ദിവസമാണ് കേട്ടോ. ഇന്നലെ രാത്രി ഒരു 3-3:30യോടെയാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. നേരം വെളുത്ത് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാണാനും പറയാനും ചെയ്യാനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയെന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ എന്തായാലും ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പറയട്ടാ. ഇത് കണ്ടിട്ട് ഊഞ്ഞാല അത് ശരി അത് ശരി. അവിടെ ഇങ്ങനെ ഇങ്ങനെ വായിക്കട്ടെ. ഇതിന്റെ ബമ്പല് കുട്ടി അല്ലേ? ബ്ലാക്ക് ബ്ലാക്ക് അയക്കണേ. ബാബലൂട്ടിക്ക് ഇപ്പൊ പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ട് അല്ലേ? ബാബലക്കുട്ടിന്റെ പൂച്ചക്കുട്ടി പ്രസവിച്ചു. എത്ര കുട്ടികളുണ്ട്? വേറെ 3 കുട്ടികളുണ്ടായിരുന്നേ. 2 കുട്ടികൾ എവിടോ പോയിക്കണ. ഒരു കുട്ടി മച്ചുപോയോ? അപ്പൊ ഒരു കുട്ടിയാണ് ഇപ്പൊ ഉള്ളത്. 4 കുട്ടികളാണ് മിനിമം വേണ്ടത്. ഒരു വൈറ്റി കുട്ടിയില്ലേ? നമുക്ക് വൈറ്റി എന്നിട്ടല്ലേ പേര്? വൈറ്റി അങ്ങനെ ഉണ്ടാവും. ഇത് 10 വയസ്സായ പൂച്ചക്കുട്ടീനെ വാങ്ങിച്ചു തരുമോ? അതിന്റെ പൈസ കണ്ട് ഊഞ്ഞാലയില ആടലുണ്ടാ? മഴ പാടാൻ വെക്കുമല്ലോ. മഴ പെയ്യലുണ്ട് പകല്? ചില സമയത്ത് വിന്നറൊക്കെ ഇട്ടിട്ടാ ഞങ്ങൾ ഇരിക്കുന്നത്. ഉമ്മച്ചി വന്നിട്ടൊന്ന് ഇട്ടൊക്കാൻ പറഞ്ഞ അപ്പൊ ഇട്ടതാ. പിന്നെ വിളിച്ചിട്ട് റംബുട്ടാന് ഉണ്ടാക്കണല്ലേ? പഴുത്തുക്കണല്ലോ. അവിടെ ഇവിടെ ഒക്കെ പഴുത്ത് നിക്കണുണ്ട്. നിങ്ങൾ ഇവിടുത്തെ ഇതൊന്ന് പൊട്ടിക്കല്ലേ? കൊറേ എണ്ണം പഴുത്തിട്ട് ഇതായി നിക്കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്കിതാ വേറൊരു കാക്കു, കുഞ്ഞിക്കാക്കു, ഇവനോട് പറഞ്ഞൂടെ പൊട്ടിച്ചേരാന്? കുഞ്ഞിക്കാക്കു എനക്ക് പൊട്ടിച്ചെടുത്തു വിടറാ. അയ്യോ ഇതൊക്കെ കേട് വരലോടത്തിക്കണില്ലേ ഇവിടെ? അവിടെ കണ്ട അതെന്താ ഈ റംബുട്ടാനിന് ഇങ്ങനെ കേട് വരണാണ് അവല്ലേ? കണ്ട നിങ്ങൾ ആരെങ്കിലൊക്കെ വീട്ടിൽ ഈ റംബുട്ടാനിന് ഇങ്ങനെ ഒരു അസുഖമാണ് തോന്നുന്നുണ്ട്. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടെ നിക്കടി. ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയോണ്ടിട്ട്. അതെന്താ ഇത് കണ്ടോക്കി? മരുന്നുണ്ടാവണതിനൊക്കെ ഇങ്ങനെ ആവണം. പക്ഷെ ഒക്കെ ഒരു എന്തോ ഒരു ഇത് വന്ന പോലെ ഉണ്ടല്ലോ. ഒക്കത്തിന്റെ മുകളിൽ ഒരു തരം കേട് പോലെ വന്നിട്ടുണ്ട്. കൊറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഴുകിട്ട് വേണട്ടെ കഴിക്കാന്. ഇതിമൊക്കെ ഒരു ഫംഗസ് ആണ്. ഇത് കണ്ട ഇതിന് അതെന്തോ ഒരു മറ്റേ ചെടികളിലെ പൂവുകളിലൊക്കെ വരുന്ന കാണാലോ. ഈ വൈറ്റ് കളറിൽ കണ്ടിട്ടില്ലേ? ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇതോ ഇവിടെ ഞാൻ പിടിച്ച ഇവിടെ നല്ലത്. ഇതൊക്കെ നിങ്ങൾക്ക് പൊട്ടിച്ചുകൂടായിരുന്നു. അതൊക്കെ നിങ്ങൾ എന്തിനും ഇങ്ങനെ നിർത്തിയേ? കഴുകേ മധുരണ്ടാ? കഴിക്കലുണ്ടാ? അപ്പൊ മഴ പെയ്തതിന്റെ ശേഷം ഇങ്ങനെ ഇത് വരലെടുത്തി, കേട് വരലെടുത്തി. കേടുള്ള ഭാഗം കഴിക്കല്ലേ? കിണറില് വെള്ളം കൂടിയില്ലേ മഴ പെയ്തപ്പോ? അത് മീനാണ്. മീനിട്ടിന്ന് അതിൽക്ക് പുളിയറമ്പുണ്ടാവും നോക്കിട്ടാ. കൊറേ മരത്തിമന്ന് തന്നെ തിന്ന് വെച്ചിക്കണില്ലേ? ഓൾക്ക് നല്ല ചാകര. എന്തായാലും മരത്തിമന്ന് കാക്കും തിന്നിട്ടിടുന്നുണ്ട് അത്ര. ഈ ഭാഗത്തെ മരത്തിമലുണ്ടാ? അതാ ഇമ്മതാ അതന്നെ. ഇജെ ആദ്യം ഉമ്മ തരാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു ദിവസം റിമോട്ട് കൊടുക്കാനാണ് പറ്റിച്ചിരിക്കണത്ര. അതുകൊണ്ടാണ് അവള് ഇജ് ഉമ്മ തരാന്ന് പറഞ്ഞിട്ട് അവള് തരാൻ പറഞ്ഞിട്ട് അവള് തെമ്പുട്ടാൻ ആദ്യം പൊട്ടിച്ചേട്ടൻ. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും എന്റെ അമ്മൂമ്മ പറഞ്ഞിട്ടില്ലല്ലോ എന്നോട്? പറഞ്ഞിരുന്നാ? അത് വെച്ചോ.
അങ്ങനെ റംബുട്ടാൻ ഉമ്മ സമരത്തിൽ ബബുല് വിജയിച്ചതായി അറിയിച്ചു കൊള്ളുന്നു. ഉമ്മ തന്നാൽ റംബുട്ടാൻ പൊട്ടിച്ചരാന്ന് ഫിനു. റംബുട്ടാൻ പൊട്ടിച്ച് തന്നിട്ടേ ഉമ്മ തരുള്ളൂന്ന് ബബുലു. അപ്പൊ ആര് ജയിച്ചു? ബബുലുവോ? ബബുല് ജയിച്ച്. ഇതടി നല്ല പഴുത്ത്. ഫിനുവോ ആ എന്നിട്ട് അവളോട് അറിയാനേ കഴിച്ചോന്ന്. ടുൺഷോള് എങ്ങനെ ആയാലും ഒരു ടീമാണ്. ഒരു നൈസിൽ എന്റെ കുട്ടി ഒറ്റയാനാണ്. എന്റെ കുട്ടി മുകളിൽ നിക്കണ ഒറ്റയാന ചാമ്പുണ്ടെങ്കില് ഞാൻ എപ്പോഴും ചിന്തിക്കൂ, ഓരോ തവണ ഖത്തർക്കണ്ട് പോയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു ദിവസം ഉണ്ടാവുമല്ലോ, ആ ഒരു ദിവസത്തിനും അതിൻ്റെ ഒരു പിറ്റേ ദിവസത്തിനും ഒക്കെ നമ്മുടെ നാടിനും ചുറ്റുഭാഗത്തിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. മഴക്കാലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ പൊഴിഞ്ഞ വെയിലാണ്. പൊട്ടണ വെയില്. ഇതിപ്പോ ഖത്തറിലെ വെയിലും ഇവിടുത്തെ വെയിലൊക്കെ സമം തന്നെ പോലെ. പാമ്പോ എവിടെ? ഞാൻ കണ്ടില്ല. ഞാൻ ഇപ്പൊ ഇതിന്റെ അടുത്തേക്കൊണ്ട് പോയിട്ടുള്ളൂ. എവിടെ? വലുതാ ചെറുതാ? ഞങ്ങള് മാറിക്കിട്ടാ. കാക്കുനെ വിളിക്കേ. നടപ്പാണ്ട് പോയിക്കോളി നിങ്ങള്. ഞാൻ കണ്ടില്ലല്ലോ. എനിക്ക് പേടിയാ ഞങ്ങോട്ട് പോവാന്. ഒരു ഫ്ലൈറ്റ് ടെക്നിക്കൽ ഇഷ്യൂ എന്തോ കാരണം കൊണ്ടേ എന്നിട്ട് പിന്നെ വൈകിട്ട് ഉള്ള ഫ്ലൈറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് തന്നവര്. ഫുൾ തന്നെ ആയിരുന്നു. പക്ഷെ അവര് ഫുഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാ. പിന്നെ അത്രയും ലേറ്റ് ആയതുകൊണ്ട്. നല്ല യെല്ലോ ആയത് മാത്രം പൊട്ടിച്ചാൽ മതിട്ടോ. ബാക്കി അവിടെ തന്നെ നിന്നോട്ടെ. പപ്പ വരുമ്പോഴത്തേനും ഒന്നും കൂടി ആയിക്കോളും. അപ്പൊ അപ്പാക്ക് കൊടുക്കാം. അപ്പാക്ക് എല്ലാം കറി കിട്ടിട്ടുണ്ടാവില്ല. അതെ മതി ഇനി റെഡ് അല്ല യെല്ലോ ആയത് മാത്രം പൊടിച്ചാൽ മതി. ഗ്രീൻ ആയിട്ടുള്ളത് അവിടെ നിന്നോട്ടെ കേട്ടാ. ഗ്രീൻ ആയിട്ടുള്ള ഇതിന്റെ പുറം ഭാഗം എല്ലാം ആകുമ്പോ മാത്രം പൊടിച്ചാൽ മതി. മറ്റേ റെഡ് ആകുമ്പോ പൊട്ടിക്കില്ലേ അതുപോലെ. പക്ഷെ എല്ലാം ഒരു രക്ഷയില്ലാത്ത മധുരാട്ടോ. മാഷാ അല്ലാഹ് അടിപൊളി. ഈ ചെറിയ റംബുട്ടാന്റെ തൈകളൊക്കെ ഒരുമിച്ച് വെച്ചതാ. ഫസ്റ്റ് വെച്ച തൈകളാണ് ആ ഭാഗത്തുള്ളതൊക്കെ. ആ ഭാഗത്തുള്ള റംബുട്ടാന്, പേരക്ക ഒക്കെ. പേരക്ക റംബുട്ടാനൊക്കെ ഒരുമിച്ച് വെച്ചതാ. ലിച്ചി ഈ ഭാഗത്തുള്ള ഈ യെല്ലോ റംബുട്ടാന്, അവിടുത്തെ മറ്റേ റെഡ് റംബുട്ടാന്, ചാമ്പ അങ്ങനത്തതൊക്കെ വേറെ ഒരുമിച്ച് വെച്ചത്. ഇതൊക്കെ ഈ ഭാഗത്തുള്ള ഇതൊക്കെ ഒരുമിച്ച് വെച്ചതാ. ഇത് ഇതിന്റെ കൂടെ വെച്ചത് തന്നെ. ഇതിന്റെ കൂടെ അല്ല, ഇതിന്റെ കൂടെ വെച്ചതാ. ഈ വലിയ റംബുട്ടാന്റെയും പേരക്കന്റെയും കൂടെ വെച്ചാണ് ലിച്ചി. പക്ഷെ നമ്മുടെ വീട്ടില് ലിച്ചി മാത്രം ഉണ്ടാവാത്തതുള്ളൂ. ബാക്കി എല്ലാം ഉണ്ടായിട്ടുണ്ട്. ലിച്ചി അതുവരെ കായ്ച്ചിട്ടില്ല. എന്താ ലിച്ചി അജി കായ്ക്കാത്ത? അടുത്ത വർഷം കായ്ക്കോ ചോദിച്ചിട്ടുണ്ട് കേട്ടാ. ചിലപ്പോ അടുത്ത വർഷം കായ്ച്ചോളൂ. അങ്ങനെ പൊട്ടിക്കലടി. അങ്ങനെ പൊട്ടിച്ച പിന്നെ എൻഷൻ പൊട്ടി ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. എൻഷൻ പൊട്ടുകയെന്ന് പറഞ്ഞാല് നമുക്ക് ഇതിന്റെ പുതിയ ഇത് വരും, സ്റ്റെമ്പ് വരും. പുതിയ സ്റ്റെമ്പ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് അതിങ്ങനെ ഇതിന്റെ സ്റ്റെമ്പ് അങ്ങനെ എടുക്കണം. അങ്ങനെ കൊടുക്കണം. മനസ്സിലായോ? യെല്ലോ റംബുട്ടാൻ ഇതിങ്ങടൊക്കെ ഉണ്ടാ യെല്ലോ കളറുള്ള റംബുട്ടാന്. നമ്മുടെ വീട്ടിൽ എത്ര റംബുട്ടാന്മാരാണ്? മാഷാ അല്ലാഹ് എന്ന് പറയണം. തേനിന്റെ മധുരം മാഷാ അല്ലാഹ്. എന്തൊരു മധുരം വെച്ചിട്ടാ. എനിക്കൊന്നും റെഡിനേക്കായി ഒന്നും കൂടി മധുരമുണ്ട് യെല്ലോക്ക്. നല്ല മധുരം. ഇപ്പൊ എന്തൊക്കെ കഴിച്ച് നമ്മള് വീട്ടിലുണ്ടായേ? റംബൂട്ടാൻ കഴിച്ച്, പേരക്ക, എന്താ പറയാ, ഇതൊക്കെ കഴിച്ച്, മറ്റേ അമ്പഴം കഴിച്ച്,
2 തരം റംബുട്ടാൻ കഴിച്ച്, സപ്പോർട്ട് കഴിച്ച്. മറ്റേ ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് എപ്പോഴും മറക്കും. ഇതിന്റെ പൊട്ടിച്ച് ഇന്നിപ്പോ ഞാൻ 2 അതിന്റെ പേര് എന്താന്ന് എപ്പോഴും മറക്കണം. പിങ്ക് ബനാന മാംഗോ. വെയില് കാരണം പമ്മിന്ന് കേട്ടം. നല്ല അടിപൊളി. എന്താണ് നിക്കണത്? കണ്ടില്ല? ഗുവ നല്ല റെഡ് കളറായിട്ട് നിക്കണുണ്ട് ഗുവ. കഴുകി കഴുകി. നല്ല മധുര. പക്ഷെ ഇപ്പൊ മഴ കുറച്ച് പെയ്തപ്പോ വെള്ളം കേറിക്കണം തോന്നുന്നു. നേരെ വെള്ളത്തിന്റെ ഇത് വരുന്നുണ്ട്. അടിക്കുവന്നോ കൊച്ചു? മധുരം വരണില്ല. വെള്ളക്കറിയപ്പം കളിക്കാം. ബബിയുടെ വായത്തേക്ക് എന്റെ വായപ്പൻ എന്റെ വായ. മാഷാ അല്ലാ, ഇതിൻ്റെയൊക്കെ സന്തോഷം വേറെ എവിടുന്നാ കിട്ടുക? നമ്മളെ വീട്ടിൽ നമ്മളെ പറമ്പിൽ നമ്മൾ തന്നെ തൈ വെച്ച് അതിലുണ്ടാവുന്ന ഫ്രൂട്ട്സുകൾ നമ്മളും മക്കളും കൂടി ചേർന്ന് കഴിക്കുമ്പോൾ ആ ഒരു സുഖവും സന്തോഷവും അതൊരു വേറെ തന്നെയല്ലേ. അത് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖാട്ട. കാരണം നമ്മൾ മക്കളെ വളർത്തിണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഓരോ തൈയോട് വളർത്തിണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അതൊക്കെ കഴിഞ്ഞിതാ നേരെ അകത്തെത്തിയിട്ട് മക്കള് ലക്ഷ്യം മൊത്തം തരുന്നുണ്ട്. കാരണം വന്ന് പെട്ടി തുറന്നിട്ടില്ലല്ലോ. അങ്ങനെ അതാ ഓരോ പെട്ടി തുറക്കൽ ജഗപ്പൊക്കെയാണ് ടപ്പി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ഉട്ടാരോ ഒന്ന് എനിക്കൊന്ന് നാദിറിനുമാണ് കേട്ടാ. കുറോമി ഫാൻ. അങ്ങനെ പെട്ടി തുറക്കലും മൂരക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ നേരെ എൻ്റെ വീട്ടിൽ കേട്ടോ. എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാനെ കൊണ്ടാക്കൽ ചടങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഉമ്മ ഒറ്റക്കാലിൽ നിൽക്കരുത്, ഞാൻ വന്നാവും ഓടാവും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതാ ഉമ്മാനെഞ്ഞ് ഉമ്മാൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സാറ്റർഡേ സൺഡേ നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഉമ്മിയുടെ സാമ്രാജ്യത്തിലെത്തിയില്ല നമ്മള്. മഴ പെയ്തപ്പോ താത്ത വീടിന്റെ മുറ്റത്തൊക്കെ നാച്ചുറൽ പുല്ല് പതിപ്പിച്ചല്ലെങ്ങള്. അതുകൊണ്ട് പുറമെ ആർട്ടിഫിഷ്യൽ പുല്ലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നാച്ചുറൽ ആയിട്ടുള്ള പുല്ലുകൾ. മില്ലാത്തോണ്ട് പുല്ല് വന്നതാ. അപ്പൊ എനക്ക് എന്റെ മീടപ്പം വന്നിട്ട് ഇവിടെ പറിച്ചു കൊടുത്തൂടെ പുല്ല്? ആ, സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് വന്നിട്ടാണ് പുല്ല് പറിച്ചു കൊടുത്തൂടെ? നല്ല രസമുണ്ടാ? പറിക്കണ്ടേ? പറിക്കണ്ടത്ര അത്ര നല്ല രസമുണ്ട് അത്ര. ആരായത് മാമിയുടെ ചൊന്തരി പെണ്ണാണ്. അപ്പൊ നിങ്ങളെന്ന് കണ്ടതാണ്? കത്തർന്ന് വന്നത് അജറൽ വസ്വത തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്.
പിന്നെ ഇത് ഭയങ്കര ലൂസ് ആയിക്കണം അങ്ങനെ ആക്കുമ്പോൾ അത് ഇങ്ങനെ വെച്ച് ഊരിയ പിന്നെ ഇത് അത് തുടക്കാനൊരു ശീലൊക്കെ അതിന്റെ ബോക്സിന്റെ ഒപ്പം അത് ലിനുവിനെ മാറി മാറി നോക്കണം എന്തൊക്കെ ലിനുവിനെ മാറി നോക്കണൊക്കെ ഇവനിടയ്ക്ക് ഇവിടെ നിക്കാൻ വരലുണ്ട്. സ്റ്റാർട്ടിങ് പോയിന്റിൽ നിക്കാണ്, പോണില്ല. തള്ളടാ അങ്ങട് പോടി ഒക്കെ കഴിഞ്ഞ് ചെരുപ്പ വേണ്ടേ. അങ്ങനെ ഇതാ ഉമ്മാനമ്മാൻ്റെ പേരക്കുട്ടിനെ തിരിച്ചേൽപ്പിച്ച് ഞാനും മക്കളും കൂടി ഇതാ വീണ്ടും വീട്ടിലോട്ട് പോവാണ്. ഇനിതാ വീട്ടിലത്തെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് കുറച്ച് കൂടെ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അസ്സലാമ.